ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ 10-15 ഇതിന് 10 രൂപയായിട്ടുള്ളൂ. നമ്മളെന്താ സൺറോസ് എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് യെല്ലോ നല്ലൊരു ക്ലൈംബ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആട്ടോ. യെല്ലോ ഫ്ലവർ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും 15 രൂപയാണ് കേട്ടോ. കുറച്ചധികം ശിഖരങ്ങളുണ്ടാവാം 15, പക്ഷെ വെറുതല്ലേ. ഇവിടെയൊക്കെ ഇതിന് 80-120 ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വില ചോദിച്ചാൽ അടുപ്പിക്കാൻ പറ്റാത്ത പോലെ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, പേരറിയില്ല, അതിന് 20 രൂപയാണ്. റോസിന് 30 രൂപ കേട്ടോ. എല്ലാ റോസിനും 30 വെച്ചിട്ടാണ്. 30 അല്ല 20 കേട്ടോ, സോറി 20 രൂപ. 20, 15, 10 അങ്ങനെയാണ് വരുന്നത്. ഇതിനൊക്കെ 10 ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഡാമേജ് ആയതാണ്. അല്ലാത്ത കുഴപ്പമില്ല. ഇവരിങ്ങനെ കാർട്ടൂണിൽ സെറ്റാക്കി വന്നപ്പോൾ ഒന്നും കൂടെ ജാമായതാണ് കേട്ടോ. ഇത് പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ കുറച്ച് വലിയ ബോട്ടിലാണ് ചെയ്തിട്ടുള്ളത്, കാരണം ഇതിന് ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിലൊരു പ്ലാന്റ് വെക്കുന്നത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇതെങ്ങനെ വെക്കാമെന്നൊന്നും വലിയ പിടുത്തമില്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ. ക്ലേ ബോൾസാണ് താഴെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കട്ടാവാത്ത മണ്ണില്ലേ, അധികം ചകിരിച്ചോറാണ് ഇതിലിട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏതെങ്കിലും ഒരു വളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫെർട്ടിലൈസറും ഇതിൽ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ മണ്ണെല്ലാം ഒഴിവാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് പോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറെ ഇതിലേക്ക് പോട്ടി മിക്സൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ പിന്നെ തരാം കേട്ടോ.